സാധാരണ അച്ഛന്മാർ MLA എന്നൊക്കെ അല്ലേ വിളിക്കത്തുള്ളൂ. പക്ഷെ എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന കണ്ട കാലം മുതൽ എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഒരേ ഒരു വൈദികരെ ഈ ലോകത്തുള്ളൂ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോണിയച്ചൻ, പ്രിയമുള്ള വിനായക്, അശ്വതി, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള രാകേഷിൻ്റെ സുഹൃത്തുക്കൾ, ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. എങ്കിലും ഒരു ഗതാഗത മന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കണം. കാരണം ഒരു ടൂറിസം ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് രാകേഷ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. മാത്രമല്ല, എന്നോട് പരിചയപ്പെടുമ്പോഴേ രാകേഷ് പറഞ്ഞു, ഞാൻ സോണിയച്ചൻ്റെ ആളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. എങ്കിലും ഇതൊരു നല്ല മുഹൂർത്തമാണ്. നമ്മളിപ്പോൾ ഈയിടെയായി നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന വാഹനങ്ങൾ ഓടുമ്പോൾ തീ പിടിക്കുന്നു എന്നൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ പഴയ വാഹനങ്ങൾ പലതും ഇപ്പോൾ ശബരിമലയ്ക്ക് ഓടിയ KSRTC ബസ്സിന് 2 ബസ്സിന് തീ പിടിച്ചു. പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞത് നമുക്ക് വളരെ ഉപകാരമായി. പക്ഷേ ഇവിടെ പുതിയ വോൾവോ ബസ്സിനകത്ത് ഫ്രാപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് പിടിപ്പിച്ചാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് അലാം ചെയ്യുന്നതോടൊപ്പം അത് അണയ്ക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണെന്നാണ് രാകേഷ് എനിക്ക് പറഞ്ഞു. ഞാൻ വിശദമായി അതിലേക്ക് കടന്നില്ല. വളരെ നല്ല അപകടരഹിതമായ ഒരു യാത്രയ്ക്ക് വളരെ നല്ലതാണ്. നമ്മളെ സംബന്ധിച്ച് ടൂറിസം രംഗത്തൊരു വലിയ വളർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ കോവിഡിന് ശേഷം, കോവിഡിൻ്റെ സമയത്ത് ബസ്സുകൾ പലതും നശിച്ചു, സ്ഥാപനങ്ങൾ, ധാരാളം റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോയി. എങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ഒരു ഉണർവിലാണ് ടൂറിസം രംഗം. പ്രത്യേകിച്ച് നമ്മളുടെ ഡൊമസ്റ്റിക് ടൂറിസം. ഇപ്പം നമ്മൾ ശംഖുമുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ഞായറാഴ്ച ദിവസം ഭയങ്കര ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും നല്ല ആളാണ്. ഒരു 2 ദിവസം അവധി ഒരുമിച്ചുണ്ട് എന്നറിഞ്ഞാൽ എല്ലാവരും വാഹനമെടുത്ത്, സ്വന്തം വാഹനമല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ആശ്രയിച്ചുകൊണ്ട് വാഗമൺ, മറ്റെല്ലാ സ്ഥലങ്ങളിലും, ഞാൻ കൊല്ലം ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ തങ്കശ്ശേരി, കടപ്പുറത്ത് എല്ലാ ദിവസവും വലിയ തിരക്കാണ്. കാരണം കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്തു പോകാൻ, വെളിയിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ, ഒന്ന് എൻജോയ് ചെയ്യാൻ, ഒരു കടൽ തീരത്തിരുന്ന് ആസ്വദിക്കാൻ, പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകൾ തയ്യാറാവുന്നു. എനിക്കൊന്ന് ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ധാരാളം ആളുകളെ കണ്ടുകൊണ്ടിരുന്നവർ പലരും പൂന്താനം പറയുന്ന പോലെ കണ്ടുകണ്ടിരുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തിയെന്ന് ഭവാൻ എന്ന് പറഞ്ഞതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, വളരെ ചെറുപ്പക്കാർ അവിചാരിതമായി നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഈ കൂട്ടി വെച്ച് ജീവിക്കുന്നതിന് അർത്ഥമില്ല, ഉള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ സ്ഥലത്തും, നമ്മൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രം ചെന്നാലും വലിയ തിരക്കാണ്. അപ്പോൾ അവിടെ എത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് KSRTC അതിൻ്റെ സംവിധാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ രാകേഷ് തുടങ്ങുന്ന ഒരു സ്ഥാനം ശരിക്കും പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്വത്തോടെ, കൃത്യതയോടെ നമ്മളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിക്കുകയും അവിടെ നിന്ന് സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് വളരെ അത്യാവശ്യമായ കേരളത്തിലുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 12 മീറ്ററുള്ള വണ്ടിയാണ് വാങ്ങിച്ചത്. ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ മൾട്ടി ആക്സിലുള്ള വണ്ടിയൊന്നും ഒരു ടൂറിസ്റ്റ് ആവശ്യത്തിന് ഓടിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ രാകേഷ് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് തന്നെയാണ് എടുത്തത്. വോൾവോ കമ്പനി ആണ് ഇന്ന് ഇന്ത്യയിൽ വന്ന് 20 വർഷം, 22 വർഷം. ഞാൻ 2001 ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കും. അന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വോൾവോ ബസ് വാങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യമായി. അന്ന് 2 വണ്ടി നമ്മൾ വാങ്ങിച്ചു. അന്നൊരു വണ്ടിക്ക് 45 ലക്ഷം രൂപയായിരുന്ന വിലയെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ എത്രയാണെന്നറിയില്ല, ഇപ്പോൾ കോടിക്ക് മേളിലാണ്. പക്ഷേ ആ വണ്ടി അന്നും മാർക്കറ്റിലുണ്ട്. ഇവിടെ വോൾവോ ഇന്നും മാർക്കറ്റിൽ. പക്ഷേ വേറെ ചില വാഹനങ്ങൾ ഇടയ്ക്ക് വന്നു. അവയൊന്നും ഇപ്പോൾ മാർക്കറ്റിലില്ല. നമുക്ക് KSRTCക്ക് അടക്കം അതിൻ്റെ പാർട്സ് കിട്ടാനില്ല. കാരണം സാധനം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പല കമ്പനികളും. വോൾവോ മാത്രമാണ് അന്നും ഇന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതാണ്. പിന്നെ രാകേഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കെടുത്തുകൊണ്ടൊന്ന് നാളെ മുതൽ എന്നെ കൊല്ലാൻ നടക്കണ്ട. രാകേഷ് പറഞ്ഞത് ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ. നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഞാൻ അച്ഛനറിയാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ തെളിയും. അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യമാണ്, ടാക്സ് കൂടുതലാണ്. ഞാൻ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 100-ൽ താഴെ
ഏതാണ്ട് 50-ൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിലെ റോഡ് ഉപയോഗിച്ച് സന്തോഷമായിട്ട് ഓടാം. ഓടുന്നുവെന്ന വിവരം ഒരു ഓൺലൈനിൽ അറിയിച്ചാൽ മാത്രം മതി, ഓൺലൈനിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നാഗാലാൻഡിൽ പോയി തുച്ഛമായ പൈസയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി, ലോറികൾ, ബസ് മാത്രമല്ല ലോറികളും, എറണാകുളത്തും കോഴിക്കോടൊക്കെ ലോറികളെല്ലാം പരിശോധിക്കണം. മാധ്യമങ്ങളൊക്കെ പോയി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പുറകെ പോകാതെ പോയി പരിശോധിക്കുക. കേരളത്തിൽ ഓടുന്ന വണ്ടികളിൽ മലയാളികളുടെ വണ്ടികൾ, അതായത് കേരളത്തിൽ ഓടുന്ന വണ്ടികളെന്നല്ല, മലയാളികളുടെ വണ്ടികൾ ബഹുഭൂരിപക്ഷവും വെളിയിലാണ്. എന്നോടൊരു ഓഫീസർ പറഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞത്. 50-ൽ താഴെ വണ്ടി മാത്രമേ ഇതുപോലുള്ള വലിയ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് വലിയ ആപത്താണ്. കാരണം നമ്മുടെ വലിയൊരു നികുതി വരുമാനമാണ് നഷ്ടപ്പെടുന്നത്. ആ നികുതി വരുമാനം നഷ്ടപ്പെടുത്താതെ നമ്മൾ പോണ്ടിച്ചേരി കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെ ഇവിടെ എല്ലാവരും എതിർക്കുകയും മാധ്യമങ്ങൾ എതിർക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പല വലിയ ആളുകളും പോണ്ടിച്ചേരിയിൽ വണ്ടി രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത് പോലെ ഈ ഒരു അപകടം നമ്മുടെ നാടിന് വലിയൊരു നഷ്ടമാണ്, കേരളത്തിന് വലിയൊരു നഷ്ടമാണ്. അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന, ഈ ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നുണ്ട്. കാരണം കൂടുതൽ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം. അവരുപയോഗിക്കുന്നത് കേരളത്തിലെ റോഡാണ്, നമ്മുടെ PWDയുടെ റോഡുകളാണ് അവരുപയോഗിക്കുന്ന ഭൂരിപക്ഷവും, ഹൈവേകളും. പക്ഷേ ടാക്സ് വേറെ സംസ്ഥാനത്തേക്ക് പോവുകയും നമുക്കതിൻ്റെ ഗുണമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ടാക്സ് കൂടി കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരത്തക്ക രീതിയിൽ വേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വളരെ നല്ലൊരാശയമായി ടൂറിസം രംഗത്ത് ഒരു പുതിയ കാൽവയ്പ്പാണ് ഇത്തരത്തിലൊരു നല്ല വണ്ടി. ഇതുപോലുള്ള വണ്ടികൾ ഇനി ധാരാളം വാങ്ങുവാൻ രാകേഷിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ സാധാരണ ഒരു കട ഉദ്ഘാടനം ചെയ്താൽ അവരുടെ 14ാമത്തെ കടയും ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായി രാകേഷിൻ്റെ ബസ്സുകൾ ഉദ്ഘാടനം ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നല്ലൊരു സംരംഭകനായി വരുമ്പോൾ തന്നെ താൻ കൊടുക്കുന്ന നികുതി തൻ്റെ നാട്ടിൽ കിടക്കട്ടെ എന്ന് ചിന്തിച്ച ആ മാന്യതയെ ഞാൻ ഈ അവസരത്തിൽ മാനിക്കുകയാണ്. അല്പം കൂടുതലാണ്, അല്പം നല്ല കൂടുതലാണ് ടാക്സ്. എങ്കിലും അത് കേട്ട് നോക്കുമ്പോൾ ഞാനങ്ങ് പോയി കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ രാകേഷിനോട് തന്നെ ചോദിച്ചാൽ മതി, നാഗാലാൻഡിൽ എന്തോ ടാക്സ് ഉണ്ട്, ഇവിടെ എന്തോ ടാക്സ്. എന്നോട് പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇനി ഒരു കണക്ക് തെറ്റി ഇയാളെ കൈകാര്യം ചെയ്തു, കുനിച്ചേർത്തി ഇടിച്ചു എന്നൊന്നും പറയാനുള്ള പറയണ്ട. ഞാൻ ഇനി കണക്ക് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രാകേഷിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചില ഗണേഷ് കുമാറിന് ഇടി കിട്ടി, തൊഴി കിട്ടി എന്നൊക്കെയാണ്. എന്നെ നാട്ടുകാരും ഇടിക്കാൻ തൊഴിക്കുന്നില്ല. എനിക്ക് എന്നെ പോലീസ് വകുപ്പ് നിർബന്ധിച്ചുകൊണ്ട് ഒരു ഗൺമാൻ അവിടെ ദൂരം ഉണ്ട്. എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ സത്യം ഇവിടെ രാകേഷ് ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇവിടെ എന്ത് ടാക്സ് ഉണ്ട്, വെളിയിൽ എന്ത് ടാക്സ് ഉണ്ട്. അതുകൊണ്ട് ആരെയും ബസ് ഉടമയെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് പ്രൈവറ്റ് മേഖല കൂടി വേണം. കേരളത്തിൽ പ്രൈവറ്റ് മേഖല വേണം. ഇപ്പോൾ KSRTC തന്നെ പരിശോധിക്കുമ്പോൾ KSRTCയിലെ കുത്തക റൂട്ടുകളിൽ വണ്ടി ഓടുന്നേ ഇല്ല. KSRTC ഇല്ല, അപ്പോൾ പ്രൈവറ്റിന് കയറാൻ നോക്കില്ല. അവിടെ നിയമപരമായി പ്രൈവറ്റിന് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം റൂട്ടുകളിലേക്ക് KSRTC വ്യാപിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ ജനങ്ങളെവിടെ പോവും, ജനങ്ങളേത് വണ്ടിയിൽ കയറും? അവിടെ പാരലൽ സർവീസുകളെയും ജീപ്പിനെയും ട്രക്കറിനെയൊക്കെ ആശ്രയിക്കുന്ന സാഹചര്യം മാറും. മൊത്തം നോട്ടിഫൈഡ് റൂട്ടുകളും നമ്മൾ എടുക്കുകയാണ്. KSRTCക്ക് വേണ്ടി മാറ്റിവെച്ച റൂട്ടുകളിൽ ജനങ്ങൾക്ക് മിനിമം ബസ് സർവീസെങ്കിലും നൽകും. കാരണം അതങ്ങനെ ജനങ്ങളെ അനാഥരായിട്ട് വിടാനൊക്കത്തില്ല. നമ്മൾ KSRTC സർക്കാരിൻ്റെതായി നാഷണലൈസ്ഡ് റൂട്ടുകൾ, അവിടെ പ്രൈവറ്റുകാർ വരത്തില്ല. അവിടെ ഈ അപകടകരമായ ജീപ്പ് യാത്രകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതമായി KSRTC തന്നെ ഓടിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം നടക്കുകയാണ്. റീഷെഡ്യൂളിംഗ് നടക്കുകയാണ് കേരളം മുഴുവൻ. അപ്പോൾ ആ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വരും. ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്ക് വളരെ നല്ല സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. നമ്മുടെ ടൂറിസം, ഡൊമസ്റ്റിക് ടൂറിസം, പണ്ട് നമ്മൾ ടൂറിസം എന്ന് പറഞ്ഞാൽ വിദേശിയാണ് ശ്രദ്ധിക്കുന്നത്, സായിപ്പന്മാരും മദാന്മാരും വന്നുവെന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും വന്നു ചേരുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. ഇടയ്ക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മലയാളികൾ തന്നെയാണ് ഈ ഒരു സന്തോഷം ആഘോഷിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസം അട്രാക്ഷൻ മലയാളി തന്നെയാണ്, നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അഭിമാനകരമായാണ് കോവിഡിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം ടൂറിസം രംഗത്ത് വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ അത് പറയുന്നതിൽ വലിയ ഡെവലപ്മെൻറ്റ്, കോവളത്തായാലും ശരി വർക്കലയിലായാലും ശരി, വലിയ ഡെവലപ്മെൻറ്റ് ടൂറിസം വകുപ്പിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പ്രശംസനീയമായ കാര്യമാണ്. അത്തരം ഒരു ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കാൻ രാകേഷിൻ്റെ കമ്പനിക്ക്, രാകേഷിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.